കർണാടക വനത്തിൻ്റെ അതിർത്തിയിലാണ് ഞാൻ താമസിച്ചത്. ആ വനത്തിനകത്ത് ഒരു ചാപ്പ കെട്ടി, അത് ആന വന്ന് രാത്രി അടിച്ച് പൊളിച്ച് ഒച്ചയെടുക്കുന്ന കേട്ട് തലറിക്കൊണ്ടാണ് അത് അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞു, 2 കുട്ടികൾ മണ്ണെണ്ണയും കൊണ്ട് വന്നതാണ്, ആന നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബൈബിള് തുറന്നു പറഞ്ഞാൽ 51-ാം സങ്കീർത്തനം കിട്ടി. നമ്മളത് വായിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആന ഇങ്ങോട്ടടുത്തു. വന്ന വഴിക്ക് ആന ജണ്ട കെട്ടാൻ കൊണ്ടിരുന്ന കല്ലേൽ ചവിട്ടി വീണു, ചെരിഞ്ഞു. 2-3 മണിക്കൂറോളം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ നിന്ന് ആൾക്കാർ ഒച്ച കേട്ട് നമ്മളെ ശരിയാക്കി എന്നുള്ള മട്ടിൽ അവർ തോക്കൊക്കെ ആയിട്ട് ആൾക്കാർ കയറി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാ ചെയ്യണമെന്ന്. തോക്കുകൊണ്ട് വെടിവെച്ച് ഓടിച്ചു വിടും, പിന്നെ ഒച്ചയുണ്ടാക്കി വിടുമായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതൊരു 1 മണിക്കൂറോളം തുമ്പിക്കൈ വീശി അവിടെ നിന്നു. പിറ്റേ ദിവസം മുതൽ ആനയായി എനിക്ക് കാവൽ. ഒരു കൊമ്പൻ വന്ന് വാതുക്കെ വന്ന് നിൽക്കും. വൈകിട്ട് 6 മണിക്ക് വന്നാൽ രാവിലെ 6 മണി വരെ ആനയുണ്ട്. അപ്പം പിന്നെ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.